Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. So, what is infection control? Complete ആയിട്ടുണ്ടായില്ല. ഇല്ല മാം, കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇംപ്ലിമെന്റ് വരെയും പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ? ഇവിടെ വരെയല്ലേ പറഞ്ഞ സെക്കൻഡ് പാരഗ്രാഫില് അല്ലേ? ഓക്കെ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനും എടുക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അല്ലെ നമ്മൾ എന്ത് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ? പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എടുക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെ, പ്രവർത്തനങ്ങള്. പിന്നെ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിലെ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെ, പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനല്ലേ, എസെൻഷ്യൽ പാർട്ടാണ് അല്ലെ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് അല്ലെ. ഇനി എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ അഡ്രസ്സസ്? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലേക്കാണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളിലേക്കാണ് അല്ലെ, ഫാക്ടേഴ്സിലേക്കല്ലേ. അപ്പൊ അതിൽ എന്താണ് വിത്തിൻ ദ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് അല്ലെ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെ ഫീച്ചേഴ്സ് സവിശേഷതകളിലേക്കാണ് നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇൻഫെക്ഷൻ എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ കൂടി അല്ലെ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കൂടി സ്പ്രെഡ് ചെയ്യാം അല്ലെ. പിന്നെ എന്താണ് നമ്മുടെ പേഷ്യന്റിൽ നിന്ന് സ്റ്റാഫുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ, സ്റ്റാഫുകളിൽ നിന്ന് പേഷ്യൻസിന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ എന്താണ് സ്റ്റാഫുകൾക്ക് പരസ്പരം അല്ലെ, സ്റ്റാഫുകൾക്ക് ഇടയിൽ തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ. നെക്സ്റ്റ് എന്താണ് നമ്മ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെന്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട്, തടയുന്നതിന് വേണ്ടിയിട്ട്? ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ചെയ്യുന്നുണ്ട്, സാനിറ്റേഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, ഐസൊലേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ, വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബർഡൻ ആണ് അല്ലെ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ. പിന്നെ എന്താണ് നമ്മ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ്? ജീവൻ അപകടത്തിൽപ്പെടുന്ന അല്ലെ, ലൈഫ് ത്രെട്ടണിങ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് റീ എമർജിങ് ഇൻഫെക്ഷൻസ് അല്ലെ, വീണ്ടും ഉയർന്നു വരുന്ന പകർച്ചവ്യാധികൾ അല്ലെ. ഇപ്പൊ തന്നെ നോക്കിയേ, അത് ആ ഒരു സമയത്ത് അത് കൺട്രോൾ ചെയ്ത് അത് മാറിയതാണ് അല്ലെ. പക്ഷെ വീണ്ടും ഇപ്പൊ അടുത്ത് സ്ഥിരീകരിച്ചില്ലേ മലപ്പുറത്ത് അല്ലെ, കഴിഞ്ഞ ആഴ്ചയാണ് അല്ലെ, ഒരു ലേഡിക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെ നിപ്പ. അപ്പൊ അത് വീണ്ടും ഉയർന്നു വരികയാണ് അല്ലെ, അല്ലെ. അപ്പൊ അങ്ങനെ റീ എമർജ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെതിരെ എന്ത് ചെയ്യണം? നമ്മ ഇഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ പ്രോഗ്രാംസുകൾ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസുകൾ സ്വീകരിക്കണ്ടേ? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും ഈ എന്താണ് നമുക്ക് ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇൻഫെക്ഷൻസിനും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന അല്ലെ, എന്താണ് ഉയർന്നു വരുന്ന ഇൻഫെക്ഷൻസിനും വേണ്ട എന്താണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും കൂടാതെ അതിനു വേണ്ട ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരു അവബോധം നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുക്കണോ? ഏതൊക്കെ രീതിയിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാം അല്ലേ, അവർക്കും വേണല്ലേ അതിനെ കുറിച്ച് ഒരു അവയർനെസ്. ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് നമ്മൾക്ക് പൊതുജനങ്ങളായ നമുക്കും തന്നെ അല്ലെ ഒരുപാട് അവയർനെസ്സുകൾ
എന്താണ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാസ്കുകൾ ധരിക്കുക, ഇത്ര അല്ലെ 1 മീറ്റർ അകലം പാലിച്ച് സംസാരിക്കുക, അല്ലെ കോണ്ടാക്ട് ഒഴിവാക്കുക, അല്ലെ ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. അപ്പൊ അതേപോലെ നമ്മളിൽ കൂടുതൽ ആർക്ക് കൊടുക്കണം അവയർനെസ്? പൊതുജനങ്ങളിൽ കൂടുതൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ലഭിക്കണം അല്ലെ. അവരാണ് രോഗികളുമായിട്ട് കൂടുതലായിട്ട് അടുത്തിടപെടുന്നവർ അല്ലെ, അല്ലെ കോണ്ടാക്ട് ചെയ്യുന്നത് അവരല്ലേ. അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്താണ് കാര്യങ്ങള് ആർക്കും കൊടുക്കണം? ഇൻഫെക്ഷൻ കൺട്രോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും കൊടുത്ത് അത് ഹോസ്പിറ്റലുകളിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ ആണോ? അവിടെ വരെയാണ് മിസ് എടുത്തത്. നെക്സ്റ്റ് എടുക്കാലോ. Next, an infection control program is considered efficient, which when used appropriately, restrict the spread of infection among patients and staff in the hospitals. എന്താണ് നമ്മ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? കാര്യക്ഷമമായി കണക്കാക്കുന്നു അല്ലേ. നമുക്കൊരു പരിധി വരെ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകളിലൂടെ നമുക്കൊരു പരിധി വരെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസിന് സ്പ്രെഡ് ചെയ്യുന്നത് തടയാലോ, പ്രിവെന്റ് ചെയ്യാലോ, കൺട്രോൾ ചെയ്യാലോ. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ നമ്മൾ കാര്യക്ഷമമായി കണക്കാക്കപ്പെടുന്നു. വെൻ യൂസ്ഡ് അപ്രോപ്രിയേറ്റ്ലി, എന്താണ് നമ്മൾ ഇത് ഉചിതമായി അപ്രോപ്രിയേറ്റഡ് ആയിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകളും പേഷ്യൻസും തമ്മിലുള്ള ആ ഒരു ഇൻഫെക്ഷൻസ് പടരുന്നത് നമുക്ക് നിയന്ത്രിക്കാലോ, റെസ്ട്രിക്ട് ചെയ്യാലോ, നിയന്ത്രിക്കാൻ സാധിക്കുന്നു അല്ലെ. അപ്പൊ നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ ഉചിതമായി നടപ്പിലാക്കുന്നതിലൂടെ ആ ഒരു ഇൻഫെക്ഷൻസ് രോഗികളിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നും അല്ലെങ്കിൽ രോഗികളിൽ നിന്ന് സ്റ്റാഫുകളിലേക്കൊക്കെ ആ ഇൻഫെക്ഷൻസ് പടരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. എ ഗുഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഓൾസോ കൺസിഡേർഡ് റെഡ്യൂസ് ദ പേഷ്യന്റ് മോർബിഡിറ്റി, ലെങ്ത് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ. എന്താണ് ഈ ഒരു ഗുഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന് മോർബിഡിറ്റി കുറയ്ക്കുന്നുണ്ടോ? രോഗാവസ്ഥ, മോർബിഡിറ്റി എന്ന് പറഞ്ഞാല് രോഗാവസ്ഥ കുറയ്ക്കുന്നുണ്ടോ? ഇല്ലേ? ആ ഇൻഫെക്ഷൻസ് കൺട്രോൾ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാലോ. അപ്പൊ രോഗികളുടെ രോഗാവസ്ഥ കുറയ്ക്കുന്നു. കൂടാതെ എന്താണ് ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കുമല്ലോ. അതുമൂലം പേഷ്യൻസിന്റെ ഹോസ്പിറ്റൽ രോഗാവസ്ഥ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ലെങ്ത് ഓഫ് സ്റ്റേ കുറയില്ലേ, ഹോസ്പിറ്റൽ ലെങ്ത് ഓഫ് സ്റ്റേ കുറയും. പിന്നെന്താണ് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ആ ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്ന ചെലവും കുറയ്ക്കാലോ. ഹോസ്പിറ്റൽ സ്റ്റേ കുറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റും കുറയോ അല്ലെ. ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കാണ് അല്ലെ. രോഗാവസ്ഥ കുറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാം, ഹോസ്പിറ്റൽ സ്റ്റേ കുറച്ചു കഴിഞ്ഞാല് ആ ഒരു കോസ്റ്റ് കുറയ്ക്കാം അല്ലെ. Okay, Leda. This is achieved by the prevention and management of infections through the application of research-based knowledge to practice. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് നമ്മുടെ അവിടെ പ്രയോഗിക്കണം അല്ലെ, പ്രാക്ടീസ് ചെയ്യണ്ടേ. അതിലൂടെ നമുക്ക് ഈ ഒരു കാര്യങ്ങള് നേടാൻ സാധിക്കുന്നു അല്ലെ. നമ്മ ഇതും എങ്ങനെയാണ് നമ്മ എന്തെങ്കിലും അനുമാനത്തിലാണോ നമ്മൾ ചെയ്യുന്നത്? ആണോ? അല്ല അല്ലെ. ഗവേഷണാടിസ്ഥാനത്തിലാണ് അല്ലെ നമ്മ പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. റിസർച്ച് ബേസ്ഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആണ് അല്ലെ. എവിഡൻസ് ബേസ്ഡ് അല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് അണുബാധ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഇപ്പൊ നമുക്ക് കൊറോണ ശരിക്കും പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിച്ചത്? നമ്മ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയത് കൊണ്ടല്ലേ. ആ ഒരു ഗവേഷണാടിസ്ഥാനത്തില് പ്രയോഗിച്ച
മാസ്ക് ധരിക്കുക, സാനിറ്റേഷൻ ചെയ്യുക, കോണ്ടാക്ട് ഒഴിവാക്കുക, എന്താണ് കൊറോണ സ്ഥിരീകരിച്ച പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക അല്ലെ, അവരുമായുള്ള കോണ്ടാക്ട് ഒഴിവാക്കുക അല്ലെ. ആ ഒരു ഗവേഷണാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കിയത് കൊണ്ടല്ലേ. അപ്പൊ എന്താണ്, ഗവേഷണാടിസ്ഥാനമായ പ്രാക്ടീസുകൾ നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ, ഇൻഫെക്ഷൻ തടയാനായിട്ട് സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് കമ്പോണൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അല്ലെ. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഘടകങ്ങൾ അല്ലെ, കമ്പോണൻസ് എന്തൊക്കെയാണ്? ബേസിക് മെഷേഴ്സ് ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ, സ്റ്റാൻഡേർഡ് ആൻഡ് അഡീഷൻ പ്രിക്കോഷൻസ് അല്ലെ. എന്താണ്, നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡിന് ആവശ്യമായിട്ടുള്ള ബേസിക് മെഷേഴ്സ് ഉണ്ടല്ലോ അല്ലേ. എന്തൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ് അല്ലെ, ആണോ? ഹാൻഡ് വാഷിങ്, അങ്ങനെയുള്ള ബേസിക് മെഷേഴ്സും കൂടുതൽ എന്താണ്, സാനിറ്റൈസർ അല്ലെ. പിന്നെ എന്താണ്, അഡീഷണൽ പ്രിക്കോഷൻസ് അല്ലെ, വാക്സിനേഷൻസ് അല്ലെ, ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, അങ്ങനെയുള്ള അഡീഷണൽ പ്രിക്കോഷൻസും സ്വീകരിക്കുക അല്ലെ. എന്താണ്, നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക അല്ലെ, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. അപ്പൊ അഡീഷണൽ പ്രിക്കോഷൻസും ഇൻഫെക്ഷൻ കൺട്രോളിന് ആവശ്യമുള്ള ബേസിക് മെഷേഴ്സും സ്വീകരിക്കുക, ഡിസ്ഇൻഫെക്ഷൻ രീതികൾ. പിന്നെ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം അല്ലെ. അവരെന്താ PPE കിറ്റുകൾ ധരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. PPE കിറ്റുകൾ ധരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. എന്താണ്, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് വേണം, നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പരിശീലനങ്ങളും അവയർനെസ് വേണം അല്ലെ, എഡ്യൂക്കേഷനുകളും വേണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ആസ്പെക്റ്റിക് ടെക്നിക്സുകൾ അല്ലെ. ആസ്പെക്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ആസ്പെക്റ്റിക് ടെക്നിക്സ് ഈസ് എ സെറ്റ് ഓഫ് പ്രൊസീജിയർ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് sterile areas and material, minimize the risk of infection. ആ ഒരു ഇൻഫെക്ഷൻ കുറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെ, പ്രൊസീജിയേഴ്സിനെ, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിനെയാണ് ആസ്പെക്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. സ്റ്റെറിലൈസ് ചെയ്യുക, കണ്ടാമിനേഷൻ ആയിട്ടുള്ളത് എന്താണ്, നമ്മൾ ക്ലീനിങ് ചെയ്യുക, സാനിറ്റേഷൻ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്സുകളാണ് കേട്ടോ. നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസ് ദ റിസ്ക്. എന്താണ്, ഹസാർഡ് ആയിട്ടുള്ളതും റിസ്കുകൾ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റുകള്, പിന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. നമ്മ HII പഠിച്ചല്ലോ, HII കുറെ പഠിച്ചു അല്ലെ. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ്സ്, കാത്തീറ്റേഴ്സ് പഠിച്ചു അല്ലെ. കാത്തീറ്റേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ഹാൻഡ് റെയിൽസ്, ബെഡ്ഷീറ്റുകൾ, ലിനൻസ് അല്ലെ. ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഒരുപാട് പഠിച്ചു അല്ലെ. അപ്പൊ മിനിമൈസിങ് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹസാർഡസ് ആയിട്ടുള്ള അല്ലെ, അപകടകരമായിട്ടുള്ള എന്താണ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ എന്താണ്, സർവീലൻസ് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, നിരീക്ഷണം. ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, അതിനുള്ള അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ സർവീലൻസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആന്റിബയോട്ടിക്സ് യൂസേജ്. നമ്മൊരു ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാല് പൊതുവായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ ആന്റിബയോട്ടിക്സുകൾ അല്ലെ. അപ്പൊ ആന്റിബയോട്ടിക്സ് യൂസേജ്, മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ അല്ലെ. എന്താണ്, ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ സമ്പർക്കം പുലർത്തുന്നതിനുള്ള മാനേജ്മെന്റ് അല്ലെ. അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാലോ. ഒരു ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുകളിൽ നിന്നോ സമ്പർക്കം മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് PPE കിറ്റുകൾ ധരിക്കുന്നതിലൂടെ, എന്താണ് ഗ്ലൗസുകൾ ധരിക്കുന്നതിലൂടെ അല്ലെ, ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിലൂടെ അല്ലെ, നമുക്ക് ഒരു പരിധി വരെ അല്ലെ
കുറയ്ക്കാലോ. അപ്പൊ എന്താണ് അതിനുള്ള ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ടോ സമ്പർക്കം പുലർത്തുന്നത് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിന്റെ മാനേജ്മെന്റ്. പിന്നെ എന്താണ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് പ്രോഡക്ട്സ് ആൻഡ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. പിന്നെ എന്താണ് ബ്ലഡ് പ്രോഡക്ട്സുകളും ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക അല്ലെ. പിന്നെന്താണ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക അല്ലെ. അപ്പൊ ശരിയായ രീതിയിലുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസ് അല്ലെ. എന്താണ് നമ്മൾ ഓരോ പേഷ്യൻസിനും ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസുകൾ ഉപയോഗിക്കാം. പിന്നെ വല്ല കുഴപ്പമുണ്ടാവോ? ആ ഒരു പേഷ്യന്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് വേറൊരു പേഷ്യന്റിൽ ഉപയോഗിക്കണ്ട അല്ലെ, ഡിസ്പോസ് ചെയ്ത് കളയാം. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസ് കുറയ്ക്കാലോ, സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാലോ. അപ്പൊ എന്ത് ചെയ്യാ, സിംഗിൾ യൂസ് ഡിവൈസുകൾ ഉപയോഗിക്കുക. കൂടാതെ റീപ്രോസസിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെ, നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, പുനഃസംസ്കരണം നടത്താം അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റിംഗ് ടാസ്കുകളൊക്കെ ചെയ്തിട്ട് അത് വീണ്ടും പുനഃസംസ്കരിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് മോണിറ്ററിങ് അല്ലെ. ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്ത പല കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരാളിൽ നിന്ന് ഇൻഫെക്ഷൻസ് വന്നതൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഇൻസിഡന്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ വന്ന സമയത്ത് നമുക്കൊരു നഴ്സ് മരിച്ചുപോയി അല്ലെ. എത്ര കാലം കഴിഞ്ഞാലും നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ് അല്ലെ, ആണോ? ഇനി എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു നഴ്സ് സ്വന്തം ആരോഗ്യം നോക്കാതെയാണ് അല്ലെ എനിക്ക് അസുഖം വരും എന്ന് പറഞ്ഞ് നീങ്ങി നിന്നോ? ഇല്ല അല്ലെ. പേഷ്യന്റിന് കൂടുതൽ അവന്റെ ജീവൻ ഇമ്പോർട്ടന്റ് നൽകിയിട്ടാണ് അല്ലെ ആ ഒരു പ്രവർത്തനങ്ങള് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ സംഭവിക്കാലോ ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കുക. നെക്സ്റ്റ് എന്താണ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് അസാധാരണമായ കേസുകൾ. ഇപ്പൊ നമുക്കറിയാം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് എല്ലായിടത്തും സെയിം റീസൺ ആയിരിക്കും എല്ലാ ഹോസ്പിറ്റലിലും? അല്ല അല്ലെ, പല റീസൺ ആയിരിക്കാം അല്ലെ. അപ്പൊ അസാധാരണമായ കേസുകൾ, ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വർദ്ധിക്കുന്നതിന്റെ കാരണം തിരിച്ചറിയുന്നതിനും അതിന് എന്ത് വേണം, ഫലപ്രദമായ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കണം അല്ലെ. നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കുന്നതിനും അനുപാത നിയന്ത്രണത്തിലെ അന്വേഷണങ്ങൾ എന്താണ് നിർണായകമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനുകൾ നടത്താം അല്ലെ. ഓരോ ഹോസ്പിറ്റലിലും എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതെന്താണ് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിനെയാണ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? കമ്പോണൻസ് ഓക്കെയാണോ? കമ്പോണൻസ് ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള മെത്തേഡ്സുകൾ, രീതികൾ അല്ല. ഫസ്റ്റ് പറയുന്നത് 4 മേജർ മെത്തേഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് 4 മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട മെത്തേഡ്സ്, രീതികളാണുള്ളത്. ഫസ്റ്റ് എന്താണ്, ഐസൊലേഷൻ പ്രിക്കോഷൻ അല്ലെ. ഒരു രോഗിക്ക് ഒരു ഇൻഫെക്ഷൻസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക അല്ലെ, ഒറ്റയ്ക്ക് ഒരു റൂമില് താമസിപ്പിക്കുക. രണ്ടാമത്തെ പറയുന്നത് എന്താണ്, ബാരിയർ മെത്തേഡ്സുകൾ അല്ലെ. എന്താണ്, ആ ഒരു ഇൻഫെക്ഷൻസ് പടരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന മെത്തേഡുകൾ, കാര്യങ്ങൾ സ്വീകരിക്കുക. എന്താണ്, PPE കിറ്റുകൾ ധരിക്കുക അല്ലെ, അതൊരു ബാരിയർ മെത്തേഡ് അല്ലേ. PPE കിറ്റുകൾ ധരിക്കാം. നെക്സ്റ്റ് എന്താണ്, ഗ്ലൗസുകൾ ധരിക്കാം. പിന്നെ എന്താണ്, സർജിക്കൽ അസെപ്സിസ് അല്ലെ. അസെപ്സിസ്, സർജിക്കൽ അസെപ്സിസ് എന്ന് പറഞ്ഞാൽ മാസ്കുകള്, PPEയിൽ പെടുന്നുണ്ടല്ലോ, മാസ്കുകള്, ഗൗണുകള്, ഗ്ലൗസുകള് അല്ലെ.
പിന്നെ എന്താണ് ചെപ്പല്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സർജറി പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ. ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ എക്യുപ്മെന്റുകൾ അതൊക്കെ എന്ത് ചെയ്യും? സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുമല്ലോ. അതാണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുക. അതിനുവേണ്ടി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ, സാനിറ്റേഷൻ നടത്തുക, അങ്ങനെയുള്ള മെത്തേഡുകൾ. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ അസെപ്സിസ് അല്ലെ. എന്താണ് മെഡിക്കൽ അസെപ്സിസ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. Clean technique focuses on reducing the number and dispose of microorganisms to minimize the risk of infection. Infections ഉണ്ടാക്കുന്നതിനുള്ള ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ടെക്നിക്കുകൾ അല്ലെ. ഒരുപാട് ടെക്നിക്കുകൾ, ഹാൻഡ് വാഷിംഗ് ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഉണ്ട്, പിന്നെന്താണ് സാനിറ്റേഷൻ ഉണ്ട്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ ഉണ്ട് അല്ലെ, കിറ്റ് ധരിക്കലുണ്ട്, ഐസൊലേഷൻ ഉണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതൊക്കെയാണ് മെഡിക്കൽ അസെപ്സിസ്. ഹാൻഡ് വാഷിംഗ് അല്ലെ. അപ്പൊ നോക്കി ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ അസെപ്സിസ് പറയണ്ടല്ലോ. ഹൗ ടു യു വാഷ് യുവർ ഹാൻഡ്സ് മെഡിക്കൽ അസെപ്സിസിൽ പെടുന്നതാണ്. പറയണോ? ഹാൻഡ് വാഷിംഗ് നമ്മ HCL പഠിച്ചതാണ് അല്ലെ. കയ്യില് നമുക്ക് ആവശ്യത്തിനുള്ള ഹാൻഡ് വാഷിംഗ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? രണ്ട് കൈയും കൂടി ഒന്ന് സ്ക്രബ് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് എന്താണ്? കൈന്റെ മുകളിൽ അല്ലെ, രണ്ട് കൈയിന്റെ പുറം ഭാഗത്ത് വെച്ച് ഇതാക്കാം. പിന്നെ തള്ളവിരൽ അല്ലെ, രണ്ട് കൈയിന്റെ തള്ളവിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. പിന്നെ എന്താണ്? നമ്മുടെ ഇവിടെ അല്ലെ കൈത്തണ്ട, രണ്ട് കൈന്റെയും കൈത്തണ്ട കഴുകുക, പിന്നെ കൈ കഴുകുക, പിന്നെ എന്ത് ചെയ്യാ? അത് വെച്ച് ചെയ്യുക അല്ലെ. നിൽക്കുക, നല്ല തുണി വെച്ച് കാട്ടോ ഒക്കെ ചെയ്യുക. ഇന്ന് നമ്മൾ ഇതിൽ പഠിച്ചതാണ് അല്ലെ. HCL പഠിച്ചതല്ലേ ശരിയായ രീതിയിൽ അല്ലെ. എക്സ്പ്ലനേഷനോടുകൂടി. പിന്നെ ഒരുപാട് നമ്മുടെ കൊറോണയുടെ സമയത്ത് ടിവിയിലും അഡ്വർടൈസ്മെന്റ് അല്ലെ, സോഷ്യൽ മീഡിയാസിലൊക്കെ ഹാൻഡ് വാഷിങ്ങിന്റെ രീതികളാണ് അല്ലെ, സ്റ്റെപ്പുകളാണ് വന്നുകൊണ്ടിരുന്നത് അല്ലെ. നോക്കിയേ, ഗോൾ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? നമ്മുടെ ഈ ഹാൻഡ് വാഷിംഗ് കൊണ്ടുള്ള ടു റിമൂവ് പാത്തജൻസ് ഫ്രം സർഫസ് എക്യുപ്മെന്റ് ആൻഡ് ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. എന്താണ്? ആ ഒരു സർഫസിൽ നിന്ന്, ആ ഒരു എക്യുപ്മെന്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്സിൽ നിന്നുള്ള എന്താണ് പാത്തജൻസിനെ റിമൂവ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മുടെ എക്യുപ്മെന്റിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു സർഫസിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയുമ്മയാവുമല്ലോ. അപ്പൊ നമ്മൾ കൈ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസിനെ റിമൂവ് ചെയ്യാലോ, നീക്കം ചെയ്യാലോ, ശരിയായ രീതിയിൽ കൈ കഴുകുന്നതിലൂടെ. നെക്സ്റ്റ് എന്താണ്? പ്രിവെൻഷൻ അല്ലെ. പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ഇതിനെ സ്വീകരിക്കുന്ന പ്രിവെൻഷൻ മെത്തേഡ് എന്താണ്? ശരിയായ രീതിയിലുള്ള ഹാൻഡ് വാഷിംഗ്. വിസിബിളി സോയിൽഡ് ഹാൻഡ്സ്, യൂസ് സോപ്പ് ആൻഡ് വാട്ടർ അല്ലെ. എന്താണ്? നമ്മുടെ കൈയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സോയിൽഡുകൾ ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ശരിയായ രീതിയിൽ സോപ്പ് വാട്ടർ ഉപയോഗിച്ച് കഴുകാം. ചിലപ്പോൾ ബ്ലഡ് കൈമായതായി തോന്നാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശരീരദ്രവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കൈയുമ്പോൾ വിസിബിളി ആയിട്ട് അല്ലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സോപ്പ് വെച്ചോ അതല്ലെങ്കിൽ സോപ്പും വാട്ടർ ഉപയോഗിച്ച് കഴുകുക. ഹാൻഡ്സ് ആർ നോട്ട് വിസിബിളി സോയിൽഡ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ കൈ കണ്ടാമിനേഷൻ ആയിട്ടുണ്ട് അല്ലെ, ഒന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? യൂസ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് അല്ലെ. ആൽക്കഹോൾ ഉപയോഗിച്ച് കണ്ടിട്ട് ഹാൻഡ് റബ്ബ് ചെയ്യുക, കൈകളെ റബ്ബ് ചെയ്യുക. ഒക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് സർജിക്കൽ അസെപ്സിസ് അല്ലെ. അതിലെന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ടു കൺസിഡർഡ് ആസ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റം. ഇൻവോൾവ്സ് sterilization of all instruments and equipment used for procedures that involve entering a person's body. എന്താണ്?
അണുബാധ നിയന്ത്രണ സംവിധാനത്തിന്റെ ഒരു പ്രധാന വശമായി ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് അല്ലെ, പ്രധാന വശമായിട്ട് നമ്മൾ സർജിക്കൽ ആസ്പെക്ട്സ് കണക്കാക്കപ്പെടുന്നു. ഇതിലെന്താണ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇൻവോൾവ്സ് എൻറ്ററിംഗ് എ പേഴ്സൺസ് ബോഡി അല്ലെ, ഒരു പേഴ്സന്റെ ശരീരത്തിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഉപയോഗിക്കുന്ന എന്താണ് ഇൻസ്ട്രുമെന്റ്സുകളും എക്യുപ്മെന്റുകളും നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെറിലൈസ് ചെയ്യാണ് അല്ലെ, അണുവിമുക്തമാക്കുന്ന സ്റ്റിക്സ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്നതിനുള്ള ഇതിനെയാണ് സർജിക്കൽ അസെപ്സിസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അല്ലെ പാത്തജൻസിനെ എന്താണ് നടപടിക്രമങ്ങൾക്കായി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും അണുവിമുക്തമാക്കൽ പ്രക്രിയ അല്ലെ. നമ്മളിപ്പോ എന്താണ് എക്യുപ്മെന്റുകൾ, ഇപ്പൊ സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ഇൻസ്ട്രുമെന്റ്സുകൾ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാറില്ലേ? അപ്പൊ ആ ഒരു എക്യുപ്മെന്റുകൾ ഇൻസ്ട്രുമെന്റ്സുകൾ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അപ്പൊ നമുക്കത് കുറയ്ക്കാലോ, ആ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാലോ. ബ്ലേഡ്സ്, കത്തി, സിസേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, മാസ്കുകള്. ഓക്കെ ആണോ? ഒരു വ്യക്തിയുടെ ശരീരത്തില് പാത്തജൻ പ്രവേശിക്കുന്നത് ഉൾപ്പെടുന്ന നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇൻസ്ട്രുമെന്റ്സുകളും എക്യുപ്മെന്റുകളും അണുവിമുക്തമാക്കൽ ഉൾപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയാണ് സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഇൻസ്ട്രുമെന്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിലെ കൂടി ഇൻഫെക്ഷൻസ് ഒരു രോഗിയുടെ പാത്തജൻസ് രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാലോ. നെക്സ്റ്റ് എന്താണ് ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോഴും അല്ലെ നമ്മൾ സിറിഞ്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സിറിഞ്ചിലേക്ക് കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് കയറാനോ, ശരീരത്തിലേക്ക് യൂസ് ചെയ്ത സിറിഞ്ചൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ. നെക്സ്റ്റ് എന്താണ് ഇൻസേഷൻ ഓഫ് ഇൻട്രാവീനസ് കത്തീറ്റേഴ്സ് അല്ലെ. എന്താണ് IV ഒരു പേഷ്യന്റിന്റെ ശരീരത്തില് IV ഇടാം, അപ്പോഴും ഇൻഫെക്ഷൻസ് കയറാം അല്ലെ. ഇൻട്രാവീനസ് ട്രിപ്പ് ഇടാം, അങ്ങനെയൊക്കെ ചെയ്യും. മെഡിക്കേഷൻസ് കൊടുക്കുക, ന്യൂട്രീഷ്യൻസ് ശരീരത്തിലേക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെ. നെക്സ്റ്റ് എന്താണ് ഇൻസേർഷൻ ഓഫ് യൂറിനറി കത്തീറ്റേഴ്സ് അല്ലെ. യൂറിനറി കത്തീറ്റേഴ്സിന്റെ ഭാഗമായിട്ടും ഇൻഫെക്ഷൻസ് വരാനോ രോഗിക്ക്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യുക, അതിനുപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ആയിക്കോട്ടെ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ആയിക്കോട്ടെ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ബാരിയർ മെത്തേഡ്സ് അല്ലെ. ബാരിയർ മെത്തേഡിൽ എന്താണ് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE ധരിക്കുക അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഷൂസ് ഉണ്ട് അല്ലെ, ഗൗൺസ്, ആപ്രോൺസ് അതുപോലെ ഉണ്ട്, മാസ്ക് ഉണ്ട്, പിന്നെന്താണ് കയ്യിൽ ഗ്ലൗസ് ഉണ്ട്, ബുക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ കണ്ടോ ഓരോ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ, 21,200, 21,560 അല്ലെ. ഇതൊക്കെ അതിന്റെ ബാച്ച് നമ്പർ അല്ലെങ്കിൽ കോഡ് നമ്പർ, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ബാച്ച് നമ്പർ ഒക്കെയാണ് കേട്ടോ ആ നമ്പേഴ്സ്. നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അതെന്താന്ന് ജസ്റ്റ് മിസ് പറഞ്ഞാണ്. നെക്സ്റ്റ് പറയുന്നത് ബെസ്റ്റ് ഓർഡർ ഫോർ പുട്ടിംഗ് ഓൺ PPE. നമ്മൾ PPE ധരിക്കില്ലേ, ഇടില്ലേ, അതിനുള്ള ബെസ്റ്റ് ഓർഡർ എന്താണ്? ആ ഒരു PPE ഇടുമ്പോ ആ ഒരു ഓർഡർ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓർഡർ ഫസ്റ്റ് മാസ്ക് ധരിക്കുക, നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് ഐവിയർ, ഗൂഗിൾസ് ഒക്കെ ഇല്ലേ, അപ്പൊ ഐവിയർ ധരിക്കുക. നെക്സ്റ്റ് ഗൗൺസ് അണിയുക, അതിനുശേഷം ഗ്ലൗസ്, കൈവിടുന്ന ഗ്ലൗസുകൾ ഇടുക. അത് ചോദിക്കുക കേട്ടാ. പല ഓർഡർ ധരിച്ചു തന്നിട്ട് അതിന്റെ ഓർഡറിലാക്കി എഴുതാൻ. PPE കിറ്റ് ധരിക്കുന്നതിനുള്ള ഓർഡർ ഏതാണ്, ബെസ്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിക്കുക കേട്ടോ. അതൊക്കെയല്ലേ ആദ്യം മാസ്ക് ധരിക്കുക, പിന്നെ എന്താണ് പ്രൊട്ടക്റ്റീവ് ഐവിയർ അല്ലെ, ഗൂഗിൾസ് പോലെയുള്ള ഐവിയേഴ്സ് ധരിക്കുക. ഫേസ് ഷീൽഡും ഗൂഗിൾസ് ഒരുമിച്ച് വരുന്നതുണ്ട് അല്ലെ, ഈ ഫേസ് ഷീൽഡും വരുന്നതുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ് ഗൗൺസുകൾ ധരിക്കുക, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഗ്ലൗസ് ധരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഐസൊലേഷൻ പ്രിക്കോഷൻസ്. ഐസൊലേഷൻ പ്രിക്കോഷന്
മൂന്ന് തരത്തിലുള്ള രീതിയിൽ പടരുന്നതിൽ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കോണ്ടാക്റ്റിലൂടെ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് പറയുന്നുണ്ട്, പിന്നെ എയർബോണിലൂടെ അല്ലെ. ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതിൽ നോക്കിയേ, prevent the transmission of infectious spread by direct or indirect contact with the patient or patient's environment. എന്താണ് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ പേഷ്യൻസ്, ഒന്നിൽ കൂടുതൽ പേഷ്യൻസിന്റെ എൻവയോൺമെന്റിൽ നിന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ എന്താണ് ഇൻഫെക്ഷൻസ് പടരുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. എന്ത് ചെയ്യുക? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഗൗൺസ്, ഗ്ലൗസ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? റൂം ടൈപ്പ് എങ്ങനെയായിരിക്കണം? സിംഗിൾ പേഷ്യന്റ് റൂം ആയിരിക്കണം അല്ലെ. ഒന്നിൽ കൂടുതൽ പേഷ്യന്റിനെ നമുക്ക് കടത്താൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ഐസൊലേഷൻ ചെയ്യുന്നത് നമ്മൾ ഒരു പേഷ്യന്റിനാണ് അല്ലെ ഐസൊലേഷൻ റൂം കൊടുക്കുന്നത്. സിംഗിൾ പേഷ്യന്റ് റൂം. ഫസ്റ്റ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിവെന്റ് ഡ്രോപ്ലെറ്റിലൂടെ അല്ലെ, തുള്ളിലുകളിൽ കൂടിയാണ് അല്ലെ സ്പ്രെഡ് ചെയ്യുന്നത്. തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റിൽ കൂടിയാണ് അല്ലെ പടരുന്നത്. അപ്പൊ നോക്കിയേ, പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻസ് spread via air droplet by coughing, sneezing, talking or close contact with the respiratory secretions mucous membrane അല്ലെ. എന്താണ്? നമ്മുടെ റെസ്പിറേറ്ററി സെക്രീഷൻ വഴിയോ അല്ലെങ്കിൽ മുക്കസ് മെംബ്രെയിൻ കൂടിയ വഴിയോ എന്താണ് നമ്മ തുമ്മുകയോ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യും? സ്പീഡിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ചില വേർഡ്സുകൾ പ്രൊനൗൺസ് ചെയ്യുമൊക്കെ എന്ത് ചെയ്യും? തെറിക്കും അല്ലെ. തുള്ളികളും നീര് തെറിക്കാറില്ലേ? അപ്പൊ അങ്ങനെ തെറിക്കുന്നതിലൂടെയൊക്കെയുള്ള ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യുക അല്ലെ, ആ ഒരു ട്രാൻസ്മിഷൻ തടയുന്നതിനുള്ള മാർഗങ്ങള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? PPE കിറ്റുകള്, സാധാ ഒരു മാസ്ക് ധരിച്ചാൽ മതിയോ? സാധാ മാസ്ക് ആണോ? അല്ല അല്ലെ. എന്ത് ചെയ്യും? സർജിക്കൽ മാസ്കുകളാണ് അല്ലെ. പണ്ട് നമ്മുടെ കൊറോണയുടെ സമയത്ത് എന്തുണ്ട്? എല്ലാവരും എന്താണ് നമ്മുടെ തുണി കൊണ്ട് നിർമ്മിതമായ മാസ്കുകളൊക്കെ ധരിച്ചു അല്ലെ. പല കളറില്, പല ആകൃതിയില് അല്ലെ, വെറൈറ്റി മാസ്കുകൾ അല്ലെ, പല ഷേപ്പില് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? അതൊക്കെ ശരിക്കും പറഞ്ഞാല് നമുക്കത് എഫക്റ്റീവ് ആണോ ആ ഒരു മാസ്കുകളൊക്കെ തുണി കൊണ്ട്? അല്ല അല്ലെ. എങ്ങനെയുള്ള മാസ്കുകളായിരിക്കണം ധരിക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ സർജിക്കൽ മാസ്കുകൾ, അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താണ് N95 മാസ്കുകളൊക്കെ ആയിരിക്കണം അല്ലെ ധരിക്കേണ്ടത്. ഇപ്പൊ എങ്ങനെയാണ് സർജിക്കൽ മാസ്കുകൾ ധരിക്കുക? പിന്നെ എന്താണ്? ഐസൊലേഷന്റെ റൂം എങ്ങനെയാണ്? റൂം ടൈപ്പ് സിംഗിൾ പേഷ്യന്റ് റൂം ആണ് അല്ലെ. ഒരു പേഷ്യന്റിന് ഒറ്റക്കായിരിക്കണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എയർബോൺ, വായുവിൽ കൂടിയാണ്, എയറിൽ കൂടിയാണ് അല്ലെ സ്പ്രെഡ് ചെയ്യുന്നത്, വായുവിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് infections that remain infections over a long distance when suspended in the air അല്ലെ. എന്താണ്? നമ്മുടെ വായുവിലെ എയറിൽ ഒരുപാട് നേരമായ ഇൻഫെക്ഷൻസ് തങ്ങി നിന്നിട്ട് മറ്റുള്ളവരുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ട്രാൻസ്മിഷൻ ചെയ്യുക അല്ലെ, പകരുന്നതല്ലേ. ഒരു ലോങ് ഡിസ്റ്റൻസ് വരെ അത് നിലനിർത്തും അല്ലെ. കുറച്ചു നേരത്തേക്ക് അത് വായുവിൽ തങ്ങി നിൽക്കില്ലേ ആ ഇൻഫെക്ഷൻസ്, ഒരു കുറച്ച് ദൂരം വരെ നിൽക്കും അല്ലെ. അതുകൊണ്ടാണ് നമ്മളടുത്ത് പറഞ്ഞത് എന്താണ്? 1 മീറ്റർ അകലം പാലിച്ച് അല്ലെ, തൊട്ട് നിൽക്കാതെ 1 മീറ്റർ അകലം പാലിച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞല്ലോ കൊറോണയുടെ സമയത്ത്. അപ്പൊ എന്താണ്? അതിനുപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്താണ്? N95 or higher layer respirators അല്ലെ. എന്താണ് N95 അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് റെസ്പിറേഷൻ മാസ്കുകളൊക്കെ ആയിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ശ്വസിക്കുമ്പോൾ വായുവിൽ കൂടി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ലേ ഹയർ ലെവൽ റെസ്പിറേഷൻ മാസ്കുകളൊക്കെ അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ എന്താണ്? N95 മാസ്കുകളോ അല്ലെങ്കിൽ ഹയർ ലെവൽ റെസ്പിറേഷൻ മാസ്കുകളോ ആയിരിക്കണം ധരിക്കേണ്ടത്. ഇതിനെന്താണ്? എയർബോൺ ഇൻഫെക്ഷൻസ് ഐസൊലേഷൻ റൂം, ARI എന്താണ്? എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂമുകൾ. അതല്ല പിന്നെ എന്താണ്? നെഗറ്റീവ് പ്രഷർ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ റൂം, സ്പെഷ്യൽ വെന്റിലേഷൻ റൂമുകളിലായിരിക്കണം നമ്മുടെ പേഷ്യന്റിനെ, അതായത് ഒറ്റക്കുള്ള സിംഗിൾ റൂം ആയിരിക്കണം. കൂടാതെ ഈ ഫീച്ചേഴ്സും കൂടി ആ ഒരു റൂമിന് ആവശ്യമാണ്.
എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം ആയിരിക്കണം. എയർബോൺ സ്പ്രെഡ് ചെയ്യാത്ത ഒരു ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം ആയിരിക്കണം. കൂടാതെ നെഗറ്റീവ് പ്രഷർ റൂം ആയിരിക്കണം. നെഗറ്റീവ് പ്രഷർ റൂം എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു ആശുപത്രികളിലും മെഡിക്കൽ സെന്ററുകളിലും മുറിയിൽ നിന്ന് മുറിയിലേക്കുള്ള മലിനീകരണം തടയുന്നതിനുള്ള ഒരു ഉപയോഗിക്കുന്ന ഐസൊലേഷൻ വിദ്യയാണ്, ഒരു സാങ്കേതിക വിദ്യയാണ്. നമ്മുടെ റൂമുകളിൽ നിന്ന് റൂമുകളിലേക്ക് എയർ പാസ് ചെയ്യില്ലേ, അല്ലേ? എയർ ഇങ്ങനെ പാസ് ചെയ്യാണ് അല്ലെ, റൂമുകളിൽ നിന്ന് മറ്റു റൂമുകളിലേക്ക് എയർ പാസ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ പാസ് ചെയ്യാതെ ഇരിക്കുന്നതിനുള്ള ഒരു ഐസൊലേഷൻ സാങ്കേതിക വിദ്യയാണ് നെഗറ്റീവ് പ്രഷർ. അതായത് സാധാരണ നമ്മുടെ സാധാരണ ലെവലിലെ നമ്മുടെ പരിസ്ഥിതിയിലെ ഒരു നോർമൽ എയർ ഉണ്ടല്ലോ, ഒരു പ്രഷർ ലെയർ ആണ് അല്ലെ, ഒരേ പ്രഷറിലെ ലെയർ അല്ലെ, ഒരേ പ്രഷറിലെ ലെയർ പോണത്. അപ്പൊ സാധാരണ മർദ്ദത്തിൽ കുറവായിരിക്കും ആ ഒരു റൂമിന്റെ മർദ്ദം അവർ കൊടുക്കുന്നത്. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാല് സാധാരണ മർദ്ദത്തിൽ കുറവ് പ്രഷർ ആയിരിക്കും ആ റൂമില്. അപ്പൊ എന്ത് ചെയ്യില്ല, മിക്സ് ആവില്ല. അതായത് പുറത്തു നിന്ന് എയർ രോഗിക്ക് ശ്വസിക്കണം അല്ലെ, രോഗിക്ക് ശ്വസിക്കണം വേണ്ടേ, അതിന് ഫ്രഷ് എയർ വേണം. രോഗിക്ക് ശ്വസിക്കണമെങ്കിൽ ഫ്രഷ് എയർ വേണം. പക്ഷെ രോഗി ശ്വസിച്ച എയർ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടുണ്ടോ? മറ്റു റൂമുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഈ സാധാരണ മർദ്ദത്തിൽ കുറവ് പ്രഷർ ആ റൂമിൽ കൊടുക്കുമ്പോൾ പുറത്തു നിന്നുള്ള എയർ എന്ത് ചെയ്യും, ആ റൂമിലേക്ക് പ്രവേശിക്കും. പക്ഷെ ആ റൂമിൽ നിന്നുള്ള എയർ മറ്റുള്ള സ്ഥലത്തേക്ക് പാസ് ചെയ്യുന്നില്ല. ഓക്കെ ആണോ? അപ്പൊ ആ ഒരു എയർ പോകുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ വെന്റിലേഷൻ കൊടുക്കുന്നത്. ശരിയായോ? ഓക്കെ ആയോ? സ്പെഷ്യൽ വെന്റിലേഷൻ കൊടുക്കും. ഓക്കെ അല്ലേ? നെഗറ്റീവ് പ്രഷർ ആയിരിക്കണം, സ്പെഷ്യൽ വെന്റിലേഷൻ ആയിരിക്കണം, എയർ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം ആയിരിക്കണം. നെക്സ്റ്റ്, isolation precautions are guidelines followed to contain the pathogens and limits its exposure to other as much as possible. എന്താണ് രോഗകാരിയെ നമ്മുടെ പാത്തജൻസിനെ നിയന്ത്രിക്കുന്നതിനും മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം പരമാവധി പരിമിതപ്പെടുത്തുന്നതിനും പാലിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഐസൊലേഷൻ മുൻകരുതലുകൾ അല്ലെ. ഇല്ലേ? നമുക്ക് രോഗകാരികളെ നിയന്ത്രിക്കണം. മറ്റുള്ളവരെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മ കൺട്രോൾ ചെയ്യണം അല്ലെ. പിന്നെ എന്താണ്, മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യില്ലേ. ആ ഒരു ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റ് മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുമല്ലോ, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യല്ലേ. അപ്പൊ ആ ഒരു സമ്പർക്കം പുലർത്തുന്നത് പരമാവധി പരിമിതപ്പെടുത്തുന്നതിനു വേണ്ടി പാലിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഐസൊലേഷൻ മുൻകരുതലുകൾ, ഐസൊലേഷൻ പ്രിക്കോഷൻ. ശരിയല്ലേ? നമ്മുടെ പാത്തോജൻസിനെ നിയന്ത്രിക്കുന്നതിനും പിന്നെ എന്താണ്, ആ രോഗബാധിതനായിട്ടുള്ള ആ ഒരു രോഗി മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് പരിമിതപ്പെടുത്തുന്നതിനുള്ള എന്താണ് മാർഗനിർദ്ദേശങ്ങളാണ്, ഗൈഡ് ലൈൻസ് ആണ് ഐസൊലേഷൻ പ്രിക്കോഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസില് നെക്സ്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഓൾവേസ് ഫോളോസ് ദീസ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. എന്താണ്, നമ്മൾ താഴെ തന്നിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുക അല്ലെ. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, പെർഫോം ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി പേഷ്യന്റ് കോണ്ടാക്ട്. നമുക്കറിയാം അല്ലെ, നമ്മൾ എക്സൈൽ പഠിച്ചിട്ടുണ്ട്. ഒരു പേഷ്യന്റിനെ എന്താണ് പരിശോധിക്കുന്നതിന് മുമ്പും ശേഷവും അല്ലെ, അവർക്ക് എന്താണ് അവരുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യുക, കൈ കഴുകുക അല്ലെ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് കൈ കഴുകുക അല്ലെ. ഇപ്പൊ ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും മറ്റ് അതർ സ്റ്റാഫുകളായാലും
ഒരു രോഗിയുമായി സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക. ഹാൻഡ് ഹൈജീൻ ആക്കുക അല്ലെ. ഒന്നിലെ സാനിറ്റൈസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെൻ റിസ്ക് ഓഫ് ഹൈലി ഫ്ലൂയിഡ് എക്സ്പോസർ അല്ലെ. സോറി, റിസ്ക് ഓഫ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ അല്ലെ. നമ്മ എന്താണ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ സംഭവിക്കാൻ സാധ്യതയുള്ള സമയങ്ങളൊക്കെ എന്ത് ചെയ്യുക? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക അല്ലെ, യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ ആണോ? പറയണ്ടല്ലോ. ബ്ലഡ് തെറിക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ മേത്ത് തുള്ളികളാവാനോ സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? മെഡിക്കൽ PPE കിറ്റുകൾ ധരിക്കുക. നെക്സ്റ്റ് പറയുന്നത് യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ഷാർപ്പ് സേഫ്റ്റി അല്ലെ. എന്ത് ചെയ്യാണ്? ഷാർപ്പ് വേസ്റ്റുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും അത് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുക അല്ലെ, ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? പെർഫോം റുട്ടീൻ എൻവയോൺമെന്റ് ക്ലീനിങ്. എന്താണ്? ശരിയായ രീതിയിലുള്ള എൻവയോൺമെന്റ് ക്ലീനിങ് ചെയ്യുക അല്ലെ, റുട്ടീൻ ആയിട്ട് ചെയ്യുക. ദൈനംദിന വല്ലപ്പോഴും ചെയ്തിട്ട് കാര്യമുണ്ടോ? വല്ലപ്പോഴും എൻവയോൺമെന്റ് ക്ലീൻ ചെയ്തിട്ട് കാര്യമുണ്ടായില്ല. റുട്ടീൻ ആയിട്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും നമുക്കറിയാം അല്ലെ, ഒരു ദിവസം നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കി വെക്കുകയോ 2 നേരം വന്ന് ഡെയിലി ചിലപ്പോ 2 നേരം വന്ന് അവിടെ ക്ലീൻ ചെയ്യും. മോർണിംഗ് ചെയ്യും, ഈവനിങ് ചെയ്യും. കണ്ടിട്ടുണ്ടോ അല്ലെ? അത് ഒരു ദിനചര്യയാണ് അല്ലെ. ഷിഫ്റ്റ് മാറിയിട്ട് രാവിലെ ഒരു ഷിഫ്റ്റിലുള്ള ആളുകൾ വന്ന് ഒരു മോർണിംഗ് ഒരു 6 ഒക്കെ ആകുമ്പോൾ അവർ വന്ന് ക്ലീൻ ചെയ്യും അല്ലെ. അത് കഴിഞ്ഞ് വൈകുന്നേരം അടുത്ത ആൾക്കാർ ഡ്യൂട്ടിയിൽ കയറുമ്പോൾ അവരും വന്ന് ക്ലീൻ ചെയ്യുമല്ലോ. അങ്ങനെയുള്ള എന്താണ് ഡെയിലി റുട്ടീൻ എൻവയോൺമെന്റ് ക്ലീനിങ് നടത്തുക. നെക്സ്റ്റ് പറയുന്നത് ക്ലീൻ ആൻഡ് റീപ്രോസസ് ഷെയർഡ് പേഷ്യന്റ് എക്യുപ്മെന്റ്സ്. എന്താണ്? നമ്മ ഒന്നിൽ കൂടുതൽ പേഷ്യൻസിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? റീപ്രോസസ് ചെയ്യാന്ന്, സംസ്കരിക്കുക, പുനർസംസ്കരിക്കുക എന്ന് വെച്ചാൽ സാനിറ്റൈസ് ചെയ്യുകയെ, സ്റ്റെറിലൈസ് ചെയ്യുകയെ അല്ലെങ്കിൽ വാഷിംഗ് ചെയ്യുകയെ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്വിറ്റി എന്ന് വെച്ചാല് നമ്മ പൊതുവെ നമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചുമക്കുക, തുമ്മൊക്കെ ചെയ്യുമ്പോ എന്ത് ചെയ്യും? എന്താണ്? ഫോളോ റെസ്പിറേറ്ററി ഹൈജീൻ ഫോളോ ചെയ്യുക അല്ലെ. എന്താണ്? മൂക്കും വായയും കൊത്തിപ്പിടിക്കാനൊക്കെ പറയാറില്ലേ നമ്മ? ചെറിയ മക്കളോടും പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരാ ചുമക്കിയ തുമ്മൊക്കെ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യല്ലേ. ആ ഒരു വായുവിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് വായുവിലേക്ക് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ഡ്രോപ്ലെറ്റ് തെറിച്ചിട്ട് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി ഹൈജീനും എന്താണ് പിന്നെ കഫ് എറ്റിക്വിറ്റി ഒക്കെ ഫോളോ ചെയ്യുക, പാലിക്കുക. നെക്സ്റ്റ് പറയുന്നത് യൂസ് അസെപ്റ്റിക് ടെക്നിക്സ് അല്ലെ. മിസ് നേരത്തെ പറഞ്ഞു എന്താണ് മെഡിക്കൽ അസെപ്റ്റിക്, അതല്ലെങ്കിൽ എന്താണ് സർജിക്കൽ അസെപ്റ്റിക് ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്സുകൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. സ്റ്റെറിലൈസ് ചെയ്യുക, PPE കിറ്റുകൾ ധരിക്കുക, ഹാൻഡ് വാഷിംഗ് നടത്തുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അസെപ്റ്റിക് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഹാൻഡിൽ ആൻഡ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആൻഡ് യൂസ്ഡ് ക്ലീൻ ആൻഡ് സേഫ്റ്റി അല്ലെ. എന്താണ് നമ്മുടെ ഉപയോഗിച്ച വേസ്റ്റുകൾ, ഉപയോഗിച്ച സാധനങ്ങളുടെ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഷാർപ്പായിട്ടുള്ളതുണ്ട്, അതർ വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, യൂസ് ചെയ്യുന്ന അതർ വേസ്റ്റുകൾ ഉണ്ട്. അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും ചെയ്യല്ലേ, നിർമ്മാർജ്ജനം ചെയ്യുക. കൂടാതെ എന്താണ് യൂസ്ഡ് റിലയൻസ് സേഫ്റ്റി ആയിട്ട് അല്ലെ സൂക്ഷിക്കുക. നമ്മ ഇത് പഠിച്ചല്ലേ, ലോണ്ടറി പഠിച്ചപ്പോ പഠിച്ചല്ലോ എവിടെ എങ്ങനെ എന്താണ് യൂസ്ഡ് ചെയ്ത ലിനൻസ് എവിടെയായിരിക്കണം സൂക്ഷിക്കേണ്ടത് അല്ലെ. അത് പുനഃസംസ്കരണം ചെയ്യുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാം, യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് സേഫ് ആയിട്ട് സൂക്ഷിക്കുകയും അത് രണ്ടാമത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രിഡ്ജില് ആ സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ല അല്ലെ? ക്ലിയർ ആണ്. നല്ലോണം നോക്കിയാലാണ് കേട്ടോ അത് മനസ്സിലാകുന്നുള്ളൂ. മിസ്
ക്ലിയർ ഇല്ല അല്ലെ? മിസ് അത് എഴുതിയാണ് എടുത്തത്, മിസ്സിന് ക്ലിയർ ആവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ഫസ്റ്റ് പറയുന്ന എഴുതിയെടുക്കണോ? ആർക്കെങ്കിലും എഴുതിയെടുക്കണോ? സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻസ് എഴുതിയെടുക്കണോ? മിസ് പറയണോ? വേണ്ട. ഓക്കെ, അത് നല്ലോണം ഒന്ന് നോക്കിയോ. ഇമ്പോർട്ടന്റ് അല്ല. ഇത് വായിച്ചാൽ മനസ്സിലാകുന്നത് തന്നെയാണ് കേട്ടോ. സിമ്പിൾ ആണ് കേട്ടോ. അതൊക്കെ അറിയാലോ, നിങ്ങൾക്ക് എടുക്കുമ്പോ തന്നെ അറിയാലോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് പഠിക്കണം കേട്ടോ മക്കളെ, പഠിക്കണേ. ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സെക്ഷൻ തന്നെയുണ്ട്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് സർവീലൻസ് is one of the most important components of an effective infection control programs. അല്ലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലെ, സർവീലൻസ് നിരീക്ഷണം അല്ലെ. നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെ അണുബാധ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻസ് ആണ്, ഘടകമാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് സർവീലൻസ്. It is defined as the systematic collection, analysis, interpretation and dissemination of data about the occurrence of HCAIs in a definite patient populations. അല്ലെ, എന്താണ് ഒരു നിശ്ചിത രോഗി ജനസംഖ്യയിൽ അല്ലെ, ആ ഒരു നിശ്ചിത രോഗി പോപ്പുലേഷനില് HCA ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെ. HCAIS എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. അപ്പൊ ഒരു നിശ്ചിത ജനസംഖ്യയില് ആ ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഡാറ്റയുടെ വ്യവസ്ഥാപിതമായ ശേഖരണം അല്ലെ. എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു ഇൻഫെക്ഷൻസ് HCA ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ സർവീലൻസ് എടുക്കണ്ടേ, നിരീക്ഷണം നടത്തണം അല്ലേ. പറയാം കേട്ടോ. നോക്കണ്ടേ നമ്മ അതെന്ത് ചെയ്യണം? ആ ഒരു കാര്യങ്ങളെ നമ്മ കളക്ട് ചെയ്യണം അല്ലെ, സിസ്റ്റമാറ്റിക് കളക്ഷൻ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യും അല്ലേ. അനലൈസ് ചെയ്യും, വിശകലനം നടത്തും അല്ലെ. ഓരോ കാര്യങ്ങളും കളക്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു വിശകലനം നടത്തില്ല. എന്തുകൊണ്ടാണ് ഇത്, എന്തിൽ നിന്നാണ് സ്പ്രെഡ് ചെയ്തത് അല്ലെ, ഇത് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് എന്താണ് അല്ലെ, ആണോ? എന്നിട്ട് എന്ത് ചെയ്യും? അനലൈസ് ചെയ്തതിന് ശേഷം നമ്മ അതൊരു ഇന്റർപ്രിട്ടേഷനിൽ എത്തിച്ചേരുമല്ലോ. ഇന്റർപ്രിട്ടേഷനിൽ എത്തിച്ചേരും അല്ലെ, ഒരു വ്യാഖ്യാനത്തിൽ എത്തിച്ചേരും. കൂടാതെ എന്താണ്? അതിന്റെ ഡിസെമിനേഷൻ അല്ലെ, വ്യാപനത്തിനുള്ള കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരു ഇൻഫെക്ഷൻസ് എന്താണ്? ഡിസെമിനേഷൻ, വ്യാപനം ചെയ്യാനുള്ള, പ്രചരണം ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരോ? അതാണ് സർവീലൻസ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ജനസംഖ്യാനുപാതത്തില് ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസിന്റെ വരാൻ സാധ്യത ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഡാറ്റയുടെ വ്യവസ്ഥാപിതമായ അല്ലെ സിസ്റ്റമാറ്റിക് കളക്ഷൻ, അനലൈസിങ്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ വ്യാപനം അതാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീലൻസ് എന്ന് പറയുന്നത്. നിരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ മിസ് പറഞ്ഞതില്ല കമ്പോണൻസ് ഇല്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാംസിലെ കമ്പോണൻസ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ്സുകൾ പറഞ്ഞില്ലേ മിസ്? ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ്സുകള് പിന്നില്ലേ നമ്മുടെ സർജിക്കൽ എഫക്ട്സ് ഇല്ല, സച്ചാസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അത് നോക്കാം കേട്ടോ. IV
intravenous, insertion of urinary catheters, injections, surgical procedures. പിന്നെ മിസ് പറഞ്ഞില്ലേ PPE കിറ്റ് ധരിക്കുന്നതിനുള്ള ഓർഡർ, അത് നോക്കുക. പിന്നെ ഐസൊലേഷൻ പ്രിക്കോഷൻ എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ടല്ലേ മക്കളെ, ഡാഷ് ലൈൻ എന്ന് പറഞ്ഞ അത് ചോദിക്കാം കേട്ടോ. പിന്നെ സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ്. ഇന്നത്തെ ഭാഗത്ത് അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ അല്ലേ ഇത്? ഈ ചാപ്റ്റർ സിമ്പിൾ അല്ലേ? ഓക്കെ. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് കേട്ടോ, HCAIS, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. Isolation ആ ഒരു സെന്റൻസ്, ഐസൊലേഷൻ പ്രിക്കോഷൻസ് ആർ ഗൈഡ്ലൈൻ followed to choose certain the pathogens and limit its exposure to others as much as possible. ആ ഒരു സെന്റൻസ് കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആ ഒരു ബോക്സ് പഠിക്കാം കേട്ടോ. which are the standard precautions എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇന്നെടുത്തത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓ കേട്ടില്ല. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ്. HAIA അതിന്റെ വേറൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. HCAയുടെ HCIS ഫുൾ ഫോം അല്ലേ ചോദിച്ചേ? അതെ അതെ. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ആർജിക്കുന്ന അസുഖങ്ങളെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പറയുന്ന വേറൊരു പേരാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. മറന്നുപോയോ ഡിപ്ലോമയിൽ പഠിച്ചിട്ട്? ഓർമ്മയുണ്ട് മാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.